നമുക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കൊലോസ്യ ലേഖനത്തിന്റെ 3-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. 18 മുതലുള്ള വാക്യങ്ങൾ. ഇത് നമുക്കുള്ള പ്രാക്ടിക്കൽ ലൈഫിലെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. ശരിക്കും എഫേസ്യ ലേഖനത്തിലെ വാക്യങ്ങളും കൊലോസ്യ ലേഖനത്തിലെ വാക്യങ്ങളും തമ്മിൽ എടുത്തു കഴിയുമ്പോൾ ചില വ്യത്യാസങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. 18-ാം വാക്യം പറയുന്ന ഭാര്യമാരുടെയാണ്. പക്ഷെ എഫേസ്യ ലേഖനത്തിൽ പറയുമ്പോൾ കർത്താവിന് എന്ന പോലെ സകലത്തിലും കീഴടങ്ങിയിരിക്കാനാണ്. അതായത് നമ്മൾ കർത്താവ് എന്ത് പറയുന്നു, കർത്താവ് നമ്മളോട് നേരിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ അതെങ്ങനെ നമ്മൾ അനുസരിക്കുമോ അതേ രീതിയിൽ ഭർത്താവ് ഒരു കാര്യം പറയുമ്പോൾ ഭാര്യമാരനുസരിക്കണം എന്നാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. സോ സ്പീക്സ് അബൌട്ട് എ കംപ്ലീറ്റ് സബ്മിഷൻ. എന്നാൽ 18-ാം വാക്യത്തിൽ വരുമ്പോൾ ഈ 3:18 കൊലോസ്യ ലേഖനം 3:18 വരുമ്പം ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങുവിൻ എന്നാണ് പറയുന്നത്. കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങുവിൻ. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരിക്കും നമുക്ക് ലോകത്തിൽ ആരോടും കീഴടങ്ങേണ്ടാത്തൊരു കാര്യം നമ്മുടെ ഫെയ്ത്ത് ആണ്. ഈ ഫെയ്ത്തിന്റെ കാര്യത്തിൽ ആരുമായിട്ടും നമ്മൾ കീഴടങ്ങേണ്ട കാര്യമില്ല. കാരണം വി ഡോണ്ട് ഹാവ് ടു കോംപ്രമൈസ് അവർ ഫെയ്ത്ത്. പക്ഷെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ഒബ്സർവൻസ് അല്ല. ഈ റിലീജിയസ് ഒബ്സർവൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് ചെയ്യണം എന്നുള്ള റിക്വയർമെന്റ് ഫെയ്ത്തിന്റെ ഭാഗമായിട്ടില്ല. അപ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുന്ന ആ വിശ്വാസം കർത്താവിന് ഉചിതമാവണ്ണം, ഫിറ്റിംഗ് ടു ദ ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ് നമ്മൾ കീഴടങ്ങേണ്ടത് എന്നാണ് ഈ ഭാര്യമാരോട് പൗലോസ് പറയുന്നത്. അപ്പോൾ കർത്താവ് ഈസ് ഫിറ്റിംഗ് ഇൻ ദ ലോർഡ്, ക്രിസ്തുവിൽ ഉചിതമാവണ്ണം കീഴടങ്ങിയിരിക്കണം എന്നാണ്. അപ്പോൾ അത് കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ നിഷേധിക്കുന്ന ഒരു തലം വരുമ്പോൾ നമുക്കറിയാതെ ക്രിസ്തുവിൽ ഉചിതമായ കാര്യമല്ല. വിശ്വാസത്തെ തള്ളിപ്പറയേണ്ടി വരുന്ന ഒരു കാര്യം വരുമ്പോൾ നമുക്കറിയാം ദൈവത്തിന് ഉചിതമായ കാര്യമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരിക്കലും കീഴടങ്ങേണ്ട കാര്യമില്ല. അതിലൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും, അതായത് കർത്താവിന് ഫിറ്റായിട്ട് ഇല്ലാത്ത കാര്യങ്ങളിൽ കീഴടങ്ങരുത്. ഫോർ എക്സാമ്പിൾ, യു ആർ ഫോഴ്സ്ഡ് ടു സിൻ, യു ആർ ഫോഴ്സ്ഡ് ടു ഡു എ റോങ് തിങ് ഓർ ഇമ്മോറൽ തിങ്, അവിടെ നമ്മൾ സബ്മിറ്റഡ് ആകേണ്ട കാര്യമില്ല എന്നും കൂടെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട. കാരണം കർത്താവിന് ഫിറ്റ് അല്ലാത്തൊരു കാര്യം, മോറലി ഫിറ്റ് അല്ലാത്തൊരു കാര്യം അനുസരിക്കുവാനും ബാധ്യതയില്ല എന്നും കൂടെ ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ കൊലോസ്യ ലേഖനം 3:18 നമ്മൾ എടുക്കുമ്പോൾ അത് എഫേസ്യ ലേഖനം 5:22 ഒരു എന്താ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ, ഒരു ഇന്റർപ്രിട്ടേഷൻ ആയിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റും. കാരണം ഇവിടെയുള്ള സബ്മിഷനെ കുറിച്ച് പറയുന്നത് മോറലി റൈറ്റ് ആയിട്ടുള്ള ക്രിസ്തുവിൽ ഉചിതമാവണ്ണം ഉള്ള കീഴടങ്ങലിനെ കുറിച്ചാണ് പറയുന്നത്. സോ യു ആർ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഡു അൺഹോളി തിങ്സ്. അൺഹോളി തിങ്സ് എന്ന് പറയുമ്പം ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ് വിത്ത് റിലീജിയസ് തിങ്സ്. ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറ്റിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇമ്മോറൽ തിങ്സ്, അതായത് ദൈവത്തിന്റെ നിയമങ്ങളെ ലംഘിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, ദൈവത്തിന്റെ മോറൽ നിയമങ്ങൾ, സ്പിരിച്വൽ ലോസ് എന്നുള്ളതിനേക്കാൾ ഉപരി മോറൽ നിയമങ്ങളെ ലംഘിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ല, തെറ്റാണ്. അവിടെ ഒരു സബ്മിഷൻ ഡിമാൻഡ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്രിസ്തുവിൽ ഉചിതമാവണ്ണമുള്ള സബ്മിഷൻ ഭാര്യമാരിൽ നിന്ന് പൗലോസ് പ്രതീക്ഷിക്കുന്നു. ഭർത്താക്കന്മാരുടെ പഴയതുപോലെ തന്നെ ഇല്ല, ഇവിടെ ഇന്റർപ്രിട്ടേഷൻ ഒട്ടുമില്ല. അവിടെ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞപ്പോൾ there was an interpretation. ആ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ജീവൻ വെച്ചു കൊടുത്ത് മരണത്തിന് എത്തിക്കുന്ന രീതിയിൽ സ്നേഹിക്കാനാണ്. അതായത് സ്വന്തം ജീവനെ വെച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹം ഭാര്യമാർക്ക് നൽകണമെന്ന് ആണ് മനസ്സിലാക്കുന്നത്. ഇവിടെ പക്ഷെ അത്രയൊന്നും വിശദമായിട്ട് എഴുതിയിട്ടില്ല. ഇവിടെ വളരെ ചുരുക്ക രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ കയ്പായിരിക്കരുത്, സ്നേഹിക്കുവിൻ, അവരുടെ കയ്പായിരിക്കരുത്. ഈ കയ്പ് എന്ന് പറയുന്നത് ഭർത്താക്കന്മാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർ എ പീരീഡ് ഓഫ് ടൈം ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന കാര്യമാണ്. പല വിവാഹ ബന്ധങ്ങളിലും കുറച്ച് നാൾ കഴിയുമ്പം ഒരു കയ്പ് ഉണ്ടായി വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കയ്പ് എന്ന് പറയുന്നത് തുടർച്ചയായി ഒരാളുടെ പ്രതീക്ഷയ്ക്കൊത്ത് മറ്റൊരാൾ ഉയരാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് വരാതിരിക്കുമ്പോൾ
അല്ലെങ്കിൽ തുടർച്ചയായ റിബല്യൻ ഉണ്ടാകുമ്പോൾ, അത് തുടർച്ചയായ അവഗണന ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് ഇയാളില്ലെങ്കിലും എനിക്ക് ജീവിക്കാം. കയ്പ്, ആളോടൊരു കയ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടത്. എന്ത് പ്രകോപനം ഉണ്ടായാലും ഈ സ്നേഹം എന്ന് പറയുന്ന കൽപ്പന, ആ സ്നേഹം എന്ന് പറയുന്ന കൽപ്പന പാലിക്കപ്പെടണം. അത് എന്ത് സർക്കംസ്റ്റാൻസിലും ആ ലവ് ഉതിർന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ് ഭർത്താക്കന്മാർക്ക് ലഭിക്കുന്ന കൽപ്പന. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഒരുപക്ഷെ പറയുമായിരിക്കാം, ഇങ്ങനെയുള്ള നിയമങ്ങളാലല്ല, ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നത് കൊണ്ടാണ് കൊളോസ്യ ലേഖനത്തിലെ മൊറാലിറ്റി അല്ലെങ്കിൽ നീതി നിയമങ്ങൾ നടപ്പാകുന്നത്. അപ്പൊ കൊളോസ്യ ലേഖനത്തില് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മൊറാലിറ്റിയുടെ അടിസ്ഥാനം, ഒരിക്കലും ഈ നിയമങ്ങളല്ല. ഉദാഹരണത്തിന് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എടുത്താൽ തന്നെ, ഭർത്താക്കന്മാരുടെ വിഷയം എടുക്കാം. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരുടെ കയ്പായിരിക്കരുത്. ഈ ഒരു കൽപ്പനയെ നമുക്ക് കൊളോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് റെവലേഷന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം, അതല്ലെങ്കിൽ ഒരു നിയമമായിട്ട് ചിന്തിക്കാം. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള നിയമമാണ് സ്നേഹിക്കുക എന്നുള്ള നിയമം. സ്നേഹിക്കുക എന്നുള്ള നിയമം സ്നേഹമില്ലാത്തടത്തു നിന്ന് സ്നേഹത്തെ ഉണ്ടാക്കുന്നില്ല. എനിക്കൊരാളുടെ സ്നേഹമില്ലെങ്കിൽ സ്നേഹിക്കുക എന്നുള്ളൊരു നിയമം എന്നെ കൊണ്ട് അഭിനയിപ്പിക്കുന്നതേ ഉള്ളൂ. ആ സ്നേഹത്തെ ഉളവാക്കാൻ ആ നിയമത്തിന് സാധിക്കില്ല. നിങ്ങളൊരാളെ സ്നേഹിക്കണം, നിങ്ങളൊരാളുടെ കയ്പായിരിക്കരുത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ ആ സ്നേഹത്തെ ഉളവാക്കാൻ ഉള്ള പണികളല്ല അവർ ചെയ്തേക്കുന്നത്. അപ്പൊ എൻ്റെ ഓർമ്മകൾ എപ്പോഴും എന്നെ ബുദ്ധിമുട്ടിക്കും. എന്നാൽ അവർ അങ്ങനെ ചെയ്തല്ലോ, എന്നാൽ അവരിങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ ഞാൻ എല്ലാം മറന്നു പോകണം കംപ്ലീറ്റ്ലി. അങ്ങനെ മറക്കാത്തത് കൊണ്ട് ഒരു സ്നേഹം നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യുക, കൽപ്പനയുടെ റിസൾട്ടായിട്ട് ഒരു സ്നേഹം പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പെർഫെക്റ്റ് അല്ല. അതൊരു ടോളറൻസ് മാത്രമേ ആവുകയുള്ളൂ. അതായത് സഹിഷ്ണുത, സഹിക്കുന്നു, അത്രേ മാത്രമേ ആവുകയുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൽപ്പനയുടെ അനുസരണം കൊണ്ട് ഉണ്ടാകാത്ത ഒന്നാണ് സ്നേഹം. ഇപ്പൊ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ അവരുടെ സ്വഭാവം ഒരുപക്ഷെ സഹിഷ്ണുതയ്ക്കപ്പുറത്തുള്ളതാണെങ്കിൽ, ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ കാണുമ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോൾ ഭർത്താക്കന്മാർ ഭാര്യയെ പിടിച്ചടിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ഇമാജിൻ ചെയ്യുന്നത്. ബട്ട് ദർ കുഡ് ബി അനദർ സിറ്റുവേഷൻ. വൈഫ് ആയിരിക്കാം ഒരുപക്ഷെ വീട്ടിൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള അനേകം സഹോദരങ്ങളുണ്ട്. അവർ പുരുഷന്മാരെന്നുള്ള രീതിയിൽ അവർ വെളിയിൽ പറയാതിരുന്നേക്കാം, കാരണം അത് മോശമാണല്ലോ, ഒരു പുരുഷത്വത്തിന് കേടാണല്ലോ, ഞാൻ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ടോർച്ചറാകുന്ന വെളിയിൽ പറഞ്ഞാൽ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം. പക്ഷെ അവിടെ തിരിച്ച് സ്നേഹിക്കണമെങ്കിൽ ഒരു കൽപ്പന കൊണ്ട് സാധിക്കില്ല. അവിടെ ക്രിസ്തു ഉള്ളിൽ വസിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. ഒരു ജെന്യുവിൻ സ്നേഹം സ്പൗസസ് തമ്മിൽ, അവിടെ പ്രൊവോക്കേഷൻ എന്തായാലും, അവിടെ കഷ്ടത എന്തായാലും അതിനെ അതിജീവിക്കുന്ന ഒരു സ്നേഹവും സബ്മിഷനും ഉണ്ടാകണമെങ്കിൽ കർത്താവായ യേശുമശിഹ തന്നെ നമ്മുടെ ഹൃദയത്തിൽ വസിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് നമ്മോടുള്ള ജഡത്തിലുള്ള അഭിലാഷത്തെ മാറി ആ അഭിലാഷം കർത്താവിനോടാകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യമാണ് നമ്മൾ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ പശ്ചാത്തലത്തിൽ കൊളോസ്യ ലേഖനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ ക്രിസ്ത്യൻ മൊറാലിറ്റി, ഫാമിലി വാല്യൂസ് എന്ന് പറയുന്നത് അത് ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്ത അനന്യമായ യുണീക്കായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇവിടെ ഒരു കാരണവശാലും നമുക്ക് വേറൊരു വഴിയുമില്ല. സ്നേഹിക്കുക എന്നുള്ളതും സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതും അല്ലാതെ വേറൊരു വഴിയുമില്ല. അതല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. സോ വി ആർ കൺഫൈൻഡ് ടു ദാറ്റ് സ്ട്രെയിറ്റ് ഗേറ്റ്. ആ ഒരു ഇടുക്ക് വഴിയുമായിട്ട് നമ്മൾ അലൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ വി കനോട്ട് മൂവ് എനിവെയർ എൽസ്. നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരുടെ കയ്പായിരിക്കരുത്. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിൽ അനുസരിപ്പിൻ, ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം കർത്താവിന്റെ സബ്മിഷനിലാണ് നമ്മൾ ചെയ്യേണ്ടത്. കർത്താവിനോടുള്ള പ്രൈമറി സബ്മിഷൻ. ആ പ്രൈമറി സബ്മിഷനിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും വരുന്നത്. ഈ നിയമങ്ങൾ നമ്മൾ ശരിക്കും അനുസരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കർത്താവിന്റെ ആത്മാവ് ഉണ്ടാകണം. ആത്മാവിൽ നിന്നുള്ള ജീവൻ ഉണ്ടാകണം. ഈ മക്കളോട് പറയുന്നതും ഭാര്യമാരോട് പറയുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഒരു മകൻ അപ്പനെ അമ്മയെ അനുസരിക്കാൻ
ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പേരൻസ് എപ്പോഴും ഒരു ഒരു പർട്ടിക്കുലർ ഡോക്മയെ ഫോളോ ചെയ്യുന്നവരായിരിക്കും. ഈ ഡോക്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ട് അവർ ഇവോൾവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലൈഫ് സിസ്റ്റം ഉണ്ട്, പ്രാക്ടിക്കൽ സിസ്റ്റം. ഇപ്പം അവരുടെ മക്കൾ ആ പ്രായോഗിക സിസ്റ്റത്തിൽ പോകണമെന്നായിരിക്കും അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹം. പക്ഷെ ഒരു സമയത്ത് കർത്താവ് ഒരാളോട് ആവശ്യപ്പെടുകയാണ്, നീ ഒരു പ്രായോഗികമായ ലോകത്തിന്റെ സിസ്റ്റം അനുസരിച്ച് ജീവിക്കരുത്, കാറ്റുപോലെ ആയിരിക്കണം. അപ്പോൾ അത് തീർച്ചയായിട്ടും കുടുംബ ബന്ധങ്ങളിൽ പ്രയാസം ഉണ്ടാക്കും. കാരണം അപ്പനെയും അമ്മയും മക്കളെയും സഹോദരങ്ങളെയും ഭാര്യയെ എല്ലാം സ്നേഹിച്ചിട്ട് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. പ്രൈമറിലി ഇറ്റ് കംസ് ടു പ്ലീസിങ് ദ ലോർഡ്. നമുക്കറിയാം പല സഭകളിലും പാസ്റ്ററുടെ കുടുംബങ്ങളാണ് ശരിക്കും സഭ നടത്തുന്നത്. അതായത് ഒരു സഭയിൽ സമാധാനമായിട്ട് പോകണമെങ്കിൽ പാസ്റ്ററമ്മയായിട്ടും പാസ്റ്ററുടെ കുടുംബവുമായിട്ടും നല്ല ടൈംസിലായിരിക്കണം. അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഈ പാസ്റ്ററെ നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ദിസ് ചർച്ച് ഇസ് കൺട്രോൾഡ് ബൈ നോട്ട് ജസ്റ്റ് ദ പാസ്റ്റർ ബട്ട് ഓൾസോ ബൈ ഹിസ് ഫാമിലി. അപ്പൊ അവിടെ പലപ്പോഴും ഈ ശുശ്രൂഷകർ തന്നെ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു വിഷയമാണ് ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാർ കാണും. സോ ദേ വിൽ ഗോ ടു ദ സൈഡ് ലൈൻസ് ഓഫ് ദ ചർച്ച്. അപ്പോൾ കുടുംബത്തെ സ്നേഹിച്ചിട്ട് നമുക്ക് സഭയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ ആരെ പ്രിയപ്പെട്ടാലും, നിങ്ങളെ തന്നെ പ്രിയപ്പെട്ടാലും നിങ്ങൾ എനിക്കുള്ളവരല്ല എന്ന് പറയാനുള്ള കാരണം. ഇത് ശുശ്രൂഷയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഓരോ ഡിസിഷൻ മേക്കിങ്ങിനകത്തും കർത്താവിന്റെ സെൻട്രാലിറ്റി ആൻഡ് ലോർഡ്ഷിപ്പ്, ആ ലോർഡ്ഷിപ്പിന്റെ കീഴിലാണ്. അതുകൊണ്ടാണ് കർത്താവിൽ ഉചിതമാം വണ്ണം എന്നൊരു പ്രയോഗം അവിടെ ഉള്ളത്. സോ എ ഡിസൈപ്പിൾ ഈസ് പ്രൈമർലി ആൻഡ് without any limit submitted to the Lord. അവൻ എന്ത് പറയുന്നു എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചും ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചും പ്രൈമറി ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ഏത് വിഷയവും. അപ്പോൾ ഇവിടെ പറയുന്ന അമ്മയപ്പന്മാരെ അനുസരിക്കുന്ന ശിഷ്യന്മാരിൽ കണ്ടാൽ ഉചിതമാണ്. പക്ഷെ അനുസരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് വർക്കാവുന്നത്? ഈ അനുസരണം വർക്കാവുന്നതും കർത്താവിൽ ഉചിതമാം വണ്ണമാണ്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഒരു 600 വർഷം മുമ്പുള്ള ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കൾച്ചറൽ സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ അനുസരിച്ച് ഭൂമി പരന്നതാണ്. ഓക്കെ, സൂര്യൻ രാവിലെ എഴുന്നേറ്റിട്ട് ആകാശത്തിലൂടെ പോയി പടിഞ്ഞാറ് പോയി ഒരു കടലിൽ മുങ്ങിക്കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ വളഞ്ഞ് തിരിഞ്ഞ് ഇപ്പുറത്തോടെ എഴുന്നേറ്റ് വരികയാണെന്നൊക്കെ പണ്ടത്തെ കാലത്ത് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് അപ്പനമ്മമാർ അങ്ങനെ പറയുന്നത് പറഞ്ഞുകൊണ്ട് മക്കൾക്ക് അത് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. സോ ദർ ഇസ് ആൻ എവല്യൂഷൻ ഓഫ് തോട്ട്. ദർ ആർ ന്യൂ തോട്ട്സ് ആൻഡ് ഐഡിയാസ് കമ്മിങ് അപ്പ്. അതുപോലെ തന്നെ പുതിയ തലമുറകൾ മുമ്പോട്ട് പോകും തോറും ഇപ്പൊ നമ്മുടെ ജനറേഷൻ, അടുത്ത ജനറേഷൻ വരുമ്പോൾ ക്രിസ്തു അവർക്ക് കൊടുക്കുന്ന വെളിപ്പാടുകൾ ഒരു പക്ഷേ ആ ജനറേഷനെ സംബന്ധിക്കുന്നതായിരിക്കും. അവിടെ ചിലപ്പോൾ നമ്മളെക്കാൾ റാഡിക്കലായി അവർക്ക് നിൽക്കേണ്ടി വന്നേക്കാം. അപ്പൊ അവർക്ക് നമ്മളെ ഒരുപക്ഷെ നമ്മുടെ ഈ എന്താ പറയുന്നത് കംഫർട്ട് ഫീലിങ്സിനെ ചിലപ്പോൾ അവർക്ക് ഹർട്ട് ചെയ്യേണ്ടി വന്നേക്കാം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു 6-7 മാസം കഴിഞ്ഞു ഒരു പ്രാർത്ഥനാഗിരി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ട്രിവാൻഡ്രത്ത്. ആ പ്രാർത്ഥനാഗിരിയുടെ മുകളിൽ പോയി ഞാനിങ്ങനെ കർത്താവിനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഒരു മിഷണറി ആകാനും ഇങ്ങനെ വിവാഹം കഴിക്കാനും, അതായത് ഒരു മിഷണറിയെ തന്നെ കല്യാണം കഴിക്കാനും, ഇങ്ങനെ ഒരു കാറ്റുപോലുള്ള ഒരു ജീവിതത്തിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഞാൻ എൻ്റെ പേരൻസിനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. ലൈഫ് ആകത്തുക നോക്കിക്കഴിഞ്ഞാൽ ഒരു വേദന അവർക്ക് ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച, കർത്താവ്, എനിക്കൊരു മകനോ മകളോ ഉണ്ടാവുകയാണെങ്കിൽ ആ മകനോ മകളോ കർത്താവിന് വേണ്ടി നിന്നു എന്നുള്ള കാരണത്താൽ എന്നെ വേദനിപ്പിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. അപ്പോൾ ഓരോ തലമുറ മുമ്പോട്ട് ചെല്ലും തോറും അവർ ജനറേഷൻ ഷുഡ് ബി മോർ ആൻഡ് മോർ കമ്മിറ്റഡ് ടു ദ ലോർഡ് ആൻഡ് അബാൻഡൻ ദ വേൾഡ്. അങ്ങനെ അബാൻഡൻ ചെയ്യുന്ന ഒരു ലൈഫിലേക്ക് അവർ പോകുമ്പോൾ
ആസ് പേരൻസ് അവർ ഹാർട്ട്സ് വിൽ ബ്ലീഡ്. നമ്മുടെ ഹൃദയത്തിനകത്തൂടെ രക്തം, കന്യാമറിയാമിന്റെ കാര്യം പറഞ്ഞ പോലെ ഹൃദയത്തിലൂടെ വാൾ കിടക്കുന്ന രീതിയിലായിരുന്നു കർത്താവിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. സോ വി നീഡ് ടു ബി പ്രിപ്പയർഡ് ഫോർ സച്ച് ഇവൻച്വാലിറ്റി. അത് ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ആ അൺസർട്ടനിറ്റി നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഭാര്യയ്ക്കും ഭർത്താവിനും ഉള്ളതുപോലെ അപ്പനും മകനും ഒരു ശരീരമല്ല. ഭാര്യയും ഭർത്താവ് ഒരു ശരീരമാണ്. ജീവിതകാലം മുഴുവൻ അവർ ഒരേ തിങ്കിങ്ങിലേക്ക് സിങ്ക് ആയിക്കൊണ്ടിരിക്കണം. അന്ത്യം വരെയും അങ്ങനെ സിങ്ക് ആയിക്കൊണ്ടിരിക്കണം. എന്നാൽ ഒരു അപ്പനും മകനും അങ്ങനെ സിങ്ക് ആവേണ്ട കാര്യമില്ല. ദേ ആർ ടു ഡിഫറെന്റ് പീപ്പിൾ. ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ വൺ ബോഡിയാണ്. എന്നാൽ അമ്മയും അപ്പനും മക്കളും സഹോദരങ്ങളും അവരൊന്നും വൺ ബോഡിയല്ല. അവരെല്ലാം വേറെ വേറെ വ്യത്യസ്തനായ ആളുകളാണ്. സോ ദർ കുഡ് ബി ഐഡിയോളജിക്കൽ ഡിഫറൻസസ് റിഗാർഡിങ് ഫെയ്ത്ത്, കമ്മിറ്റ്മെന്റ്, ഇതിനകത്തെല്ലാം വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ ആയിക്കൂടാ. ദേ ഷുഡ് സിങ്ക് ഇൻ ടു വൺ യൂണിറ്റ്. അവരൊന്നായി സിങ്ക് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ദ ലോർഡ് യുണൈറ്റഡ്, സംതിങ് ദാറ്റ് ഗോഡ് മെയ്ഡ് വൺ. അവിടെ അവർ തമ്മിലുണ്ടാകുന്ന യൂണിറ്റിയിൽ, ആ യൂണിറ്റിക്കകത്ത് സിങ്കിങ് ഉണ്ടായേ പറ്റുള്ളൂ. അവിടെ എങ്ങനെയാണ് സിങ്കിങ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ബോത്ത് ആർ ക്രിസ്ത്യൻസ്, സിങ്കിങ് ഈസ് ഈസി. അതായത് രണ്ടുപേരും കൂടി ഇരുന്ന് ആലോചിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഹുസ് ഐഡിയ ഈസ് ക്ലോസർ ടു ദ ഡോക്ട്രിൻസ് ഓഫ് ക്രൈസ്റ്റ്. ആര് പറയുന്നതാണ് ക്രിസ്തു ആയിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുന്നത്, അവിടെയാണ് സബ്മിഷൻ ഉണ്ടാകുന്നത്. സപ്പോസ് ദ വൈഫ് ടെൽ സംതിങ് ദാറ്റ് ടേക്സ് us closer to the Lord, no worries, submit. അവിടെ കീഴടങ്ങുന്ന ഇവിടെ കുഴപ്പമില്ല. കാരണം ഭാര്യയ്ക്കല്ല കീഴടങ്ങുന്നത്, കർത്താവിനാണ് കീഴടങ്ങുന്നത്. പരസ്പരമുള്ള ഒരു സബ്മിഷൻ കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ ബന്ധങ്ങളും ക്രിസ്തു എന്ന തലയോളം നമ്മൾ എത്തിക്കാനുള്ള ബന്ധങ്ങളാണ്. അതിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലാണ് ഈ പരസ്പര പൂരകങ്ങളായി രണ്ടുപേർ ഒരാൾ മറ്റൊരാളെ ക്ലെൻസ് ചെയ്യുകയും സാങ്ക്ടിഫൈ ചെയ്യുകയും ആ യൂണിറ്റി പ്രാക്ടീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. പിന്നെ ആ യൂണിറ്റിയുടെ അടുത്ത തലം എന്ന് പറയുന്നത് സഭയിലാണ്. ശരിക്കും സഭയിലാണ് തുടങ്ങുന്നത്, അത് കഴിഞ്ഞാണ് ഫാമിലി ഉണ്ടാകുന്നത്, അല്ലേ? സഭയിലെ ആദ്യം ഉണ്ടാകുന്നത്, സഭ ആദ്യം ഉണ്ടാകുന്നത്, പിന്നീടാണ് ഫാമിലി ഉണ്ടാകുന്നത്. നമ്മുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ പല ഫാമിലികൾ ചേരുന്നതാണ് സഭ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. സഭ എന്ന് പറയുന്ന പല വ്യക്തികൾ ചേരുന്നതാണ്. ആ വ്യക്തികളാണ് പിന്നെ ഫാമിലി ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മളെല്ലാവരും സഭയിലെ അംഗങ്ങളാണ്, ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഓരോരോ അവയവങ്ങളാണ്. അതാണ് യൂണിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ സഭയിലെ അംഗങ്ങളാണ് ആസ് എ യൂണിറ്റ് ദാറ്റ് കംസ് ഫസ്റ്റ്. എന്നാൽ ചർച്ച് ഓർഗനൈസേഷൻ നോക്കിയാൽ an organization called the church, maybe church consists of many units, family units. അത് ഓർഗനൈസേഷനിൽ നോക്കുമ്പോഴാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന യൂണിറ്റിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഫാമിലി ആയിട്ടല്ല കണക്ട് ചെയ്തിരിക്കുന്നത്, അത് വ്യക്തിയായിട്ടാണ് കണക്ട് ആയിരിക്കുന്നത്. സോ ചർച്ച് കംസ് ആസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് യൂണിറ്റി ഓർ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്. കാരണം ഞാൻ സഭ എന്ന ശരീരത്തിൽ അവയവമായ ശേഷമാണ്, അവിടെ നിന്ന് കർത്താവിന്റെ പരിജ്ഞാനത്തിന്റെ തലം മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ വിവാഹത്തിൽ ആ ഒരു അനുസരണം നടത്താൻ വേണ്ടി ഒരുങ്ങുന്നത്. സോ ചർച്ച് കംസ് ആസ് ദ പ്രൈമറി ഫൗണ്ടേഷൻ. അതിന് മുകളിലുള്ള സൂപ്പർ സ്ട്രക്ചറാണ് നമ്മുടെ കുടുംബവും മറ്റെല്ലാ ബന്ധങ്ങളും. അതുകൊണ്ട് തന്നെ ഏത് ചർച്ചിൽ പോകുന്നുള്ളതും, ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഏത് ചർച്ചിൽ പോകുന്നുള്ളത് വളരെ പ്രധാനമാണ് വിവാഹാലോചനകൾ. കാരണം ഇന്ന ചർച്ച, പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതും പോരാ. ഏതൊക്കെ പ്രസംഗങ്ങളാണ് കേൾക്കുന്നതെന്നും കൂടെ ചോദിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഇപ്പൊ IPC പോകുന്നു അല്ലെങ്കിൽ ചർച്ച കൂടി പോകുന്നു പറഞ്ഞു ഇവർ കേൾക്കുന്ന മുഴുവൻ ചിലപ്പം ഈ പ്രോസ്പെരിറ്റിക്കാരുടെ അതിനാൽ ആകർഷിതരായിരിക്കും. പക്ഷെ പോകാൻ പറ്റാത്തതുകൊണ്ട് പോകാത്തതായിരിക്കാം, നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ചർച്ച് കറക്റ്റ് ഡോക്ട്രിൻസ് ഉള്ള ചർച്ച ആയിരിക്കണം. അതുപോലെ തന്നെ അവിടെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് വളരാൻ സാധിക്കണം. അപ്പോഴാണ് ചർച്ച് യൂണിറ്റി ശരിയാകുന്നത്. പിന്നെയാണ് ഒരു മനുഷ്യൻ അവന്റെ ഫാമിലിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത വാക്യം 21-ാം വാക്യം, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. നമ്മുടെ പിള്ളേര് നമ്മളോട് കോപം തോന്നും, നമ്മൾ കോപിച്ചാൽ നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും? എന്തോ ആട്ടെ, ജസ്റ്റ് കോപിക്കോ, നമ്മളോട് ഭയങ്കരമായിട്ട് മക്കൾ ദേഷ്യപ്പെടും, നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? കണ്ടോ അവന്റെ മുഖത്ത് ദേഷ്യം, ഒരു കാര്യം പറയുമ്പോഴേക്കും അപ്പനാണ് അമ്മയാണെന്നൊന്നും അവൻ ഓർമ്മയില്ലാതായി എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അപ്പനെ അമ്മയും കണ്ടാൽ ബഹുമാനത്തോടെ നിൽക്കണം, കോപിക്കരുത്, അല്ലെ? പക്ഷെ ഈ കൽപ്പന എന്താ പറഞ്ഞിരിക്കുന്നത്?
അവരെ കോപിപ്പിക്കരുതെന്ന്. അപ്പൊ ആരുടെ കുഴപ്പം അത്? ആരുടെ കുഴപ്പം? അവരെങ്ങനെ കോപിച്ചത്? നമ്മുടെ കുഴപ്പമല്ലേ? ബൈബിൾ എന്താ പറഞ്ഞേക്കുന്നത്? അവരെ കോപിപ്പിക്കരുത്. അവിടെ പറഞ്ഞിരിക്കുന്നത് അധൈര്യപ്പെടാതിരിക്കേണ്ടതിനെന്നാണ്. ഈ പ്രൊവോക്ക് ചെയ്യരുത്, കുഞ്ഞുങ്ങളെ പ്രൊവോക്ക് ചെയ്യരുത്, അവരെ ഒത്തിരി ബലം പിടിച്ച് സബ്ജുഗേറ്റ് ചെയ്യരുത്. കാരണം അവർ ജീവിതത്തിൽ വലിയ വലിയ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പം അവർ പതറിപ്പോകും, അവർക്ക് അതിനുള്ള ധൈര്യം ഇല്ലാതായി പോകുന്നു. എത്ര ഭയങ്കര സൈക്കോളജിയാണ്. നമുക്ക് ഈ 20-ാം നൂറ്റാണ്ടിൽ പോലും കണ്ടെത്താൻ പറ്റാത്ത ബിഹേവിയറൽ സയൻസ് ആണ് വേദപുസ്തകത്തിലുള്ളത്. നമുക്ക് ഈ ബൈബിളിനോട് ഭയങ്കര സ്നേഹമായതുകൊണ്ട് അങ്ങനെ പറയുന്നതല്ല, ഒരു പാസ്റ്റർ ആയതുകൊണ്ട് അങ്ങനെ പറയുന്നതല്ല. ഇതൊക്കെ ഭയങ്കര ലിബറൽ സ്റ്റാൻഡാണ്. അതായത് അത്യന്താധുനിക ചൈൽഡ് റിയറിങ്, അതായത് കുഞ്ഞുങ്ങളെ വളർത്തൽ, ഏറ്റവും അത്യന്താധുനിക തത്വശാസ്ത്രമാണ് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അതായത് കുഞ്ഞുങ്ങളെ പ്രൊവോക്ക് ചെയ്യരുത്. പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് സംഭവിക്കും? അവരുടെ ജീവിതത്തിൽ അവർ ധൈര്യമില്ലാത്തവരായി മാറും. മാതാപിതാക്കൾ അവരെ ബലപ്പെടുത്തിയില്ലെങ്കിൽ, അവരെ ബലഹീനരാക്കി മാറ്റിയാൽ, അവരെ തകർത്ത് കളഞ്ഞാൽ അവർ ജീവിതത്തെ നേരിടുന്നതിൽ പ്രയാസമുള്ളവരായി മാറുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ അവർ ദേഷ്യപ്പെടുകയാണെങ്കിൽ ആ ദേഷ്യം സോൾവ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അതല്ലാതെ നീ ദേഷ്യപ്പെടാൻ നീ ആരുടെന്ന് വെച്ച് അവരെ സപ്രസ് ചെയ്തതെന്നാണ്. നമുക്കിത് ശരിക്കും ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. കാരണം നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ നല്ല വടി കിട്ടി പിള്ളേരാണ് ജീവിതത്തിൽ ജയിക്കുന്നത്. നമ്മുടെ എക്സാമ്പിൾസ് എല്ലാം അങ്ങനെയായിരിക്കും. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ രസം. നമ്മൾ അതിനുള്ള ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് കൊണ്ടുതരാണ്. ഇതിനകത്ത് ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. നമ്മൾ ഈ ലോകപരമായിട്ട് കാണുന്ന പേരന്റിങ് കൺസെപ്റ്റുകൾക്കകത്ത് ക്രിസ്തുവിന്റെ ആ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഒരു കുട്ടിയെ ഞാൻ അടിച്ച് നിരപ്പാക്കി വളർത്തുമെന്ന് വിചാരിച്ചു. അവൻ എപ്പോഴും ആ പിതാവിന്റെ നിഴലിന് വെളിയിൽ വരാൻ ഭയപ്പെടും. മുമ്പോട്ട് പോകുന്തോറും ഹി വിൽ നോട്ട് ഹാവ് ദാറ്റ് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. ഈവൻ അതുപോയി എക്സർസൈസ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ പ്രായമായാൽ എത്ര പ്രായമായാലും അപ്പനെ അമ്മേനും ബഹുമാനിക്കും, സ്നേഹിക്കുമല്ല, അവര് ഭയത്തോടെ നോക്കും അപ്പനെ അമ്മയും. പക്ഷെ കർത്താവ് പറയുന്ന അനുസരിക്കാനുള്ള ധൈര്യം പോലും അവർക്ക് ഉണ്ടാവില്ല. അയ്യോ, അപ്പനെ അമ്മയും വിഷമിപ്പിക്കേണ്ടി വരുമല്ലോ, സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പന് വിഷമമാവും, അപ്പന് ദേഷ്യം വരും, ഇഷ്ടപ്പെടില്ല. അപ്പൊ ദൈവത്തെ അനുസരിക്കാൻ പോലും പറ്റാത്ത ഒരു ഭയത്തിൽ ഇവരെ, അപ്പൊ എത്ര ജനറേഷൻ കഴിഞ്ഞാലും ആ അപ്പനെ പോലെ മാത്രമേ ആരും ചിന്തിക്കുള്ളൂ, ഈ മക്കൾ ചിന്തിക്കുള്ളൂ. അങ്ങനെയല്ല. ഓരോ ജനറേഷൻ കഴിയുമ്പോഴും ക്രിസ്ത്യാനിറ്റി ഷുഡ് അസ്യൂം മോർ പവർ ഫ്രം ദ ഹോളി സ്പിരിറ്റ്. കാരണം കാലം വളരെ മോശമായി വരുന്തോറും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന മക്കൾ നമുക്ക് ഉണ്ടാകണം. പക്ഷെ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അവർക്ക് ബോധം ഉണ്ടാകുമ്പോഴേ ക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട് അവർക്ക് നൽകുവാൻ, ആ ഒരു വീണ്ടും തന്നെ അനുഭവത്തിലേക്ക് അവരെ എത്തിക്കുവാൻ നമ്മൾ ഏറ്റവും നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല, അത് കർത്താവിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ വി ഷുഡ് ബി എ ഗുഡ് വിറ്റ്നസ് ഇൻ അവർ ഓൺ ഹോംസ്. നമ്മൾ നമ്മുടെ ഭവനത്തിൽ വഹിക്കേണ്ട സാക്ഷ്യം, ആ സാക്ഷ്യമാണ് നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നവരാണ് എന്ന് നമ്മുടെ മക്കൾ തിരിച്ചറിയും. നമ്മൾ ദൈവം പറയുന്ന കാര്യങ്ങളിൽ ഭയങ്കര സീരിയസ് ആണെന്നും അവിടെ കോംപ്രമൈസ് ചെയ്യില്ലെന്നും ഈ മക്കൾ തിരിച്ചറിയുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഞാൻ എൻ്റെ അപ്പനെ അല്ല പേടിക്കേണ്ടത്, ഞാൻ എൻ്റെ അമ്മയോ അപ്പനെ അല്ല പേടിക്കേണ്ടത്, അവരും ഭയപ്പെടുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവാണ് യഥാർത്ഥ യജമാനൻ. അപ്പം പറയുന്ന നാളെ അനുസരിച്ചില്ലെങ്കിലും ഈ കർത്താവ് പറയുന്നത് എനിക്ക് അനുസരിച്ചേ പറ്റുള്ളൂ എന്ന് അവരുടെ തലയിലേക്ക് വരണമെങ്കിൽ അപ്പനെ പോലെ ഇരിക്കുന്ന ക്ലോൺ കുഞ്ഞുങ്ങൾ ഉണ്ടാകരുത്, കർത്താവിനെ ഭയപ്പെടുന്ന ദൈവമക്കൾ ഉണ്ടാകണം. ഇത് പുതിയ നിയമത്തിൽ അതാണ് ക്രൈറ്റീരിയ. കർത്താവിനെ ഭയപ്പെടുന്ന, ആത്മാവിൽ കാറ്റുപോലെ, ഒരുപക്ഷെ പേരൻസിനെല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കാറ്റുപോലെ കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെയും പോകാൻ പറ്റുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെങ്കിൽ അവൻ അപ്പനെ അമ്മയും ഭയപ്പെടുന്നവനാകരുത്, ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. ഈ ദൈവഭയം ഒരു കുഞ്ഞിന്റെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ടേക്ക് ഹിം ടു പ്ലേസസ്. അതാണ് ഈ ക്രിസ്ത്യൻ പേരന്റിങ്ങിന്റെ ഏറ്റവും പ്രൈമറി പർപ്പസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറെ ക്ലോൺസിനെ ഉണ്ടാക്കുമല്ല, കേസിനെ പോലെ ചിന്തിക്കുന്ന കുറെ പിള്ളേരുണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അവർ ക്രിസ്തുവിൽ നിന്ന്
അതത് അവയവത്തിനുള്ള ഉദവി പ്രാപിക്കുവാനും അവരൊരു പെർഫെക്റ്റ് അനുസരണം കാണിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടാകണം. അവർ അധൈര്യപ്പെട്ടു പോകരുത്. ദ നീഡ് ടു ഡ്രോ എവറിത്തിങ് ഫ്രം ക്രൈസ്റ്റ്. ഈ ഒരു തരത്തിലാണ് ഞാൻ പേരന്റിങ്ങിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ പറയും തല്ലു വളർത്തിയ പിള്ളേർക്കാണ് ശരിക്കും, പക്ഷെ തല്ലു വളർത്തുമ്പോൾ 2 റിയാക്ഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഒന്ന്, പിള്ളേർ വളരെ മീക്കായിട്ട് മാറും. ജീവിതകാലം മുഴുവൻ അവരൊരു മീക്ക്നെസ്സിലായിരിക്കും അവര് പേരൻസിനെ ഫോളോ ചെയ്യുന്നത്. എന്നാൽ ചില ആൾക്കാർ റിബൽസ് ആയിട്ട് മാറും. അവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് വരും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അതിനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അപ്പനെ അമ്മയെ ആശ്രയിക്കുന്നുണ്ട് പിള്ളേർ ജീവിതകാലം മുഴുവൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്നത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് സ്വത്തുക്കളാണ്. അപ്പന് കുറെ സ്വത്തുണ്ട്. ഈ സ്വത്തിന്റെ വീതം വെപ്പിനാണ് ഈ പിള്ളേർ നടക്കുന്നത്. അപ്പൊ അപ്പനമ്മയും പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് കിട്ടുകയല്ല. അതുകൊണ്ട് അപ്പന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞൊരു സാധനത്തിന് വേണ്ടി പിള്ളേർ നടക്കും. അപ്പൊ പൂർണ്ണ അനുസരണമായിരിക്കും, പൂർണ്ണ വിധേയത്വമായിരിക്കും. അതാണ് അപ്പന്റെ ശവസംസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് കർത്താവിനോട് പറഞ്ഞത്. കാരണം അപ്പൻ മരിച്ചുപോയോ എന്ന് പോലും അറിയാൻ വയ്യ. ഈ അപ്പൻ മരിച്ച് ശവസംസ്കാരം കഴിഞ്ഞ് സ്വത്തെല്ലാം വിഭജിച്ച ശേഷം വരാനാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അപ്പോ അന്ന് അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് അപ്പനേക്കാൾ കൂടുതൽ സമ്പാദിക്കുന്ന മക്കളാണ്. അപ്പൊ അപ്പന്റെ സ്വത്ത് ഇല്ലെങ്കിൽ ഇന്ന് മക്കൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഒരു പരിധി വരെ ഈ അപ്പന്മാരുടെ അമ്മമാരുടെ കൺട്രോൾസ് പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പം പറയുന്ന ഒന്നും മകൻ അനുസരിക്കുന്നില്ലാത്തതിന്റെ കാരണം എന്താ? മകന് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള വരുമാനമുണ്ട്. അവന് അപ്പനെ അനുസരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അപ്പോൾ ഇത്രയും നാൾ നമ്മൾ അനുസരണം എന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന എന്തായിരുന്നു? ഇത്രയും നാൾ നമ്മൾ അനുസരിക്കുന്ന, എത്ര പ്രായമായാലും അപ്പനെ അനുസരിക്കുന്ന മകൻ, അത് അനുസരണമൊന്നും അല്ലായിരുന്നു. അത് ഈ അടുത്ത തലമുറയിലേക്ക് ഈ സ്വത്തുക്കൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. പല ആളുകളുടെ ലൈഫിൽ ഈ അനുസരണം എന്നൊക്കെ പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, പുതിയ നിയമത്തിൽ നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നാണ് എഴുതിയേക്കുന്നത്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അനുസരിക്കണം. ശിഷ്യന്മാരിൽ കാണുകയാണെങ്കിൽ അതൊരു നല്ല വെർച്യു ആണ് എന്നാ പറയുന്നത്. പക്ഷെ അതെല്ലാം ക്രിസ്തുവിൽ ആണ്, ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആകത്തക്ക രീതിയിലാണ്. അപ്പം പിള്ളേരെ വളർത്തിക്കൊണ്ട് വരുമ്പം നമ്മൾ അവരെ കർത്താവിനെ നോക്കാൻ പഠിപ്പിക്കുന്നവരാകണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. യേശുവിനെ നോക്കുന്നവരായാൽ മാത്രമേ അവർക്ക് ക്രിസ്തു അതത് കാലത്ത് നൽകുന്ന ഉദവിക്കനുസരിച്ച് അവർക്ക് പെരുമാറാനുള്ള ധൈര്യം ഉണ്ടാവുകയുള്ളൂ. ഒരു ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പിനകത്ത് തന്നെ ധൈര്യം വലിയൊരു ഫാക്ടറാണ്. ഇപ്പൊ എന്റെ ലൈഫിൽ പലപ്പോഴും ഈ ധൈര്യം ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ എന്നുള്ള ധൈര്യം, വീട്ടുകാർ വിട്ടുകളഞ്ഞ എന്ത് ചെയ്യുന്നുള്ള ചോദ്യത്തിനുള്ള ധൈര്യം, സുവിശേഷകരെ ഇറങ്ങുമ്പോഴും കല്യാണം കഴിക്കുമ്പോഴും മിഷണറി ആയിട്ട് പോകുമ്പോഴെല്ലാം ഈ ധൈര്യം എന്ന് പറഞ്ഞൊരു സാധനം, ആ ധൈര്യം കർത്താവിന്റെ ആത്മാവ് നമുക്ക് നൽകേണ്ടതാണ്. പക്ഷെ എന്നാൽ പോലും നമ്മളുടെ ആ ഡെവലപ്മെന്റ് ഭാഗത്ത് ഈ ധൈര്യം ഇല്ലാതാക്കി കളഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ, കർത്താവിന്റെ വില്ലനുസരിച്ച് ഫങ്ഷൻ ചെയ്യാൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഭീരുക്കൾ ദൈവരാജ അവകാശമാക്കുന്നില്ല. സോ ദർ ആർ സോ മെനി തിങ്സ് വർക്കിംഗ് ടുഗദർ. അപ്പോൾ ഓരോ കുഞ്ഞിനെ കാണുമ്പോഴും പൊട്ടൻഷ്യലി വി ഷുഡ് സീ ഹിം ആസ് വർക്കിംഗ് ഫോർ ദ ലോർഡ്. ഓക്കെ, അത് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചല്ല, അത് ആത്മാവ് അവർക്ക് നൽകുന്നതനുസരിച്ച് കർത്താവിനെ അനുസരിക്കുന്നവരായിട്ട് മാറണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടതാണ്. 22-ാം വാക്യം, ഇതെല്ലാം റിലേഷൻഷിപ്സ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിക്കും. ഇന്ന് നമ്മളിവിടെ കാണുന്ന വേറൊരു പ്രതിഭാസമാണ്. പലരും പറയാറുണ്ട്, വിശ്വാസികളെ പണിക്കെടുക്കരുത്. കേട്ടിട്ടുണ്ടോ? എന്താ കുഴപ്പം? വിശ്വാസികളെ പണിക്കെടുത്താൽ എന്താണ് കുഴപ്പം? നമുക്കൊരു വ്യവസായ സ്ഥാപനമുണ്ട്, അതിൽ വിശ്വാസികളെ പണിക്കെടുത്താൽ എന്താണ് കുഴപ്പം? സ്വന്തം സഭയിലുള്ളവരെ പണിക്കെടുത്താൽ എന്താ കുഴപ്പം? അവരോട് വല്ല മുഖം കറുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഈ സഭയിൽ അടിയാവും. ഉടനെ ഇവൻ ചിന്തിക്കുന്നത് ഇവൻ ക്രിസ്ത്യാനിയല്ലേ. നമുക്കൊരു കുഴപ്പമുണ്ട്, നമ്മൾ വിശ്വാസികൾക്ക് ഈ വിശ്വാസികളെ സംബന്ധിച്ച് ഭയങ്കര പ്രതീക്ഷകളാണ്. അതായത് കൂടുതൽ വഴക്കുണ്ടാകുന്നത് നമ്മുടെ സഭകളിലാകുന്നതിന്റെ കാരണം എന്നറിയാം. ഇപ്പം എന്റെ സഭയിലുള്ള ഒരു സഹോദരനെ കുറിച്ച് എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. അവൻ ലോകസ്നേഹം ഇല്ലാത്തവനും, ഞാൻ അങ്ങനെയൊന്നുമല്ല, പക്ഷെ അവൻ അങ്ങനെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് സഭയുടെ പ്രശ്നം. അപ്പൊ അവൻ അങ്ങനെ ചൂടാകാമോ എന്ന് നമ്മൾ ചോദിക്കും. പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുന്നു. അപ്പോ അതേ സഭയിലുള്ള ഒരാളെ നമ്മൾ ഒരു ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന നിലവരം എന്താണെന്നറിയും. എന്താ, ഇവരോട് മുഖം കറുത്തതിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റിയല്ലോ. ഒന്നാമത്
പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധങ്ങളെല്ലാം കുഴപ്പത്തിലാണ്. നാളെ സഭയിൽ വരുമ്പോൾ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ വരും. തന്നെയുമല്ല, ഈ പണി എടുക്കുന്നയാളുടെ ചിന്ത, നമ്മുടെ സഹോദരനല്ലേ, ഇന്ന് ലീവ് എടുത്തേക്കാം. നമ്മുടെ സഹോദരനാണല്ലോ, അപ്പം നാളെ 2 ദിവസം കഴിഞ്ഞ് വരാം, കാരണം വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് വരും. ഇങ്ങനെ ഇരിക്കുന്നു. അവ സഹോദരന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ പിന്നെ എല്ലാ ആവശ്യങ്ങളും വലിയ ആവശ്യങ്ങളായിരിക്കും. എന്നിട്ട് പറയും, എന്റെ വീട്ടിൽ അത്ര ആവശ്യം ഉണ്ടായിട്ട് അയാൾ ഒരു ലീവ് പോലും തന്നില്ല. അപ്പൊ നമുക്കെല്ലാം ഈ സഹോദരങ്ങളെ ടേക്ക് ഫോർ ഗ്രാൻഡഡ്. അങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. അതുപോലെ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. അപ്പൊ പുള്ളി വിചാരിക്കും, ഇയാൾ ഇത്ര സമ്പത്തുള്ള ആളാണല്ലോ എന്നെ ജോലിക്ക് എടുത്തിരിക്കുന്നത്, സഹോദരനാണ്, ഒരപ്പത്തിന്റെ അംശങ്ങളുമാണ്, അപ്പൊ എനിക്ക് കുറേ സാലറി വരുമായിരിക്കും എന്നാ പുള്ളി വിചാരിക്കുന്നത്. അപ്പൊ ഈ പുള്ളിക്ക് ഒത്തിരി പേർ കൊടുക്കാനുണ്ട്, ഒരു ബിസിനസ് നടന്നു പോകേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷകൾ ഭയങ്കര പ്രതീക്ഷകളാണ് ഒരു ബിലീവിങ് എംപ്ലോയറിനെ സംബന്ധിച്ച് എംപ്ലോയിക്ക്. അതുപോലെ തന്നെ തിരിച്ചും. പക്ഷെ ഇവിടെ പൗലോസ് പറയാണ്, ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിക്കും. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ പണി, നമ്മൾ ചെയ്യുന്ന പണികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാമോ? മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ എത്ര അനുസരിക്കേണ്ടത്. എക്സാമ്പിൾ പറഞ്ഞാല് അതിങ്ങനെ ഇരിക്കാം. ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു വലിയ ലൈബ്രറിയാണ്. ഈ ഒരു വലിയ ലൈബ്രറിയിൽ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട്. ബൈബിൾ കോളേജ് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഡ്യൂട്ടി ഉണ്ടായിരിക്കും. അപ്പോ ഈ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ അടിച്ചു വരെ എല്ലാവരും ലൈബ്രറി എല്ലാം അടച്ച് ഒരു 9:30 ആയി കഴിയുമ്പം 10 മണിയായി കഴിയുമ്പം ഈ ലൈബ്രറി കീപ്പ് ചെയ്യുന്ന ആളുകൾ, അതായത് ഞങ്ങളെ പിള്ളേര്, ഇത് മുഴുവൻ അടിച്ചു വരണം. അപ്പൊ അടിച്ചു വാരുക എന്ന് പറഞ്ഞ് ഭയങ്കര മെനക്കെട്ട പണിയാണ്. നമ്മൾ വീടടിച്ചു വരുന്ന പോലെയല്ല. ഈ ഒത്തിരി ഡെസ്കുകളും ബെഞ്ചുകളും ഷെൽഫുകളും ഇതിനടിയിലെല്ലാം അടിച്ചു തൂത്ത് വാങ്ങണമെങ്കിൽ ഇത്തിരി നിസ്സാര പണിയല്ല, കുറെ സമയം എടുക്കുന്നതാണ്. അപ്പൊ എല്ലാവരും പോയി കിടന്ന് പറഞ്ഞ് നമ്മളെല്ലാം ടയർഡുമായിരിക്കും. അപ്പോ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ലൈബ്രറിയനോ സീനിയേഴ്സ് ആരും ഇല്ലെങ്കിൽ ഇതെങ്ങനെയെങ്കിലും നമ്മൾ തട്ടിക്കൂട്ടി അടിച്ചു വാരി മുങ്ങാറാണ് പതിവ്. അപ്പൊ അങ്ങനെ ഇരിക്കുക ഞങ്ങളുടെ ഒരു സീനിയർ ആയിട്ടുള്ളൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പാസ്റ്ററാണ്. അദ്ദേഹം ഈ സാധാരണ രീതിയിൽ സീനിയർമാരെ ജൂനിയർമാരെ നിനക്ക് എന്നെ അറിയാവുന്ന രീതിയിലാണെങ്കിലും പുള്ളി ഭയങ്കര ഒരു ദാസ്യ മനോഭാവമുള്ള ഒരാളായിരുന്നു. പുള്ളി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ ഭാവം ഭയങ്കര ക്ലീൻ ആയിട്ട് നിൽക്കും. അപ്പോ ഞങ്ങൾ വളരെ സുഹൃത്തുക്കൾ. അപ്പൊ ഞാൻ അദ്ദേഹത്തിൽ ചോദിക്കും, ഇന്ന് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് പോകാമോ, വലിയ കാര്യങ്ങൾ. പുള്ളി പറഞ്ഞു, ഇത് ആൾക്കാരെ കാണിക്കാനല്ല നമ്മൾ ഈ പണി ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഓരോ പ്രാവശ്യം ചൂടെടുക്കുമ്പോഴും ഞാൻ ആ കർത്താവ് നോക്കുന്നു എന്ന് കരുതിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം ഈ വാക്യം വായിച്ചു, ദൃഷ്ടി സേവകളാലല്ല. അതായത് നോക്കുന്നവനെ സേവിക്കാൻ വേണ്ടിയല്ല, നോക്കാത്ത ഒരാളെ സേവിക്കാൻ വേണ്ടി. അത് ദൈവം നോക്കുന്നു എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രവൃത്തികൾക്കും ആ ഒരു വ്യക്തത ഉണ്ടാകും. സുവിശേഷ കാര്യങ്ങൾ, പ്രസംഗമായാലും, ജീവിതത്തിൽ എന്ത് സാഹചര്യമായാലും ദൃഷ്ടി സേവകളാൽ അല്ലാത്ത ഒരു ദാസ്യത്വം നമുക്കുണ്ടാകും. ഗവൺമെന്റ് ജോലിയാണെങ്കിൽ ഗവൺമെന്റിന്റെ കണ്ണിൽ മണ്ണിടുന്ന ജോലിയാണ് ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത്, അല്ലെ? പക്ഷെ ഇതെല്ലാത്തിന്റെ റിയൽ എംപ്ലോയർ, റിയൽ ബോസ് സ്വർഗത്തിലാണെന്നും അവൻ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമ്മൾ മുങ്ങുന്നതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടെന്നും അവരെല്ലാം നമ്മുടെ ശിഷ്യത്വത്തെയാണ് അത് ബാധിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ഇതാണ് പൗലോസ് പറയുന്നത്. ദൃഷ്ടി സേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ എത്രയും അനുസരിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒരു ബിലീവറിനെ എംപ്ലോയ് ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്കും റിഗ്രറ്റ് ഉണ്ടാകാൻ പാടില്ല. ഒരാൾ ചിന്തിക്കാൻ പാടില്ല, വിശ്വാസി എടുക്കണ്ടായിരുന്നു എന്ന് ചിന്തിക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ തന്നെ അങ്ങനെയുള്ള അനേക എക്സാമ്പിൾസ് ഉണ്ടായിട്ടുണ്ട്. എന്റെ മുമ്പിൽ തന്നെ വിശ്വാസി എടുത്തു പോയല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദാസന്മാരോടുള്ള കടമ എന്ന് പറയുന്നത് അവരുടെ യഥാർത്ഥ എംപ്ലോയർ ദൈവമാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഡോണ്ട് ടേക്ക് യുവർ എംപ്ലോയേഴ്സ് ഫോർ ഗ്രാൻഡഡ്. നമ്മളെല്ലാവരും ആർക്കെങ്കിലും സബ്മിറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഒരു എക്സ്ട്രാ മണിക്കൂർ ചെലവാക്കിയാലും
1 മണിക്കൂർ തട്ടിച്ചെടുക്കരുത്. അതാണ് ക്രിസ്ത്യൻ സ്റ്റുവാർഡ്ഷിപ്പിന്റെ പ്രത്യേകത. 1 മണിക്കൂർ മുങ്ങാനുള്ളൊരു വഴി ആലോചിക്കരുത്, പകരം 1 മണിക്കൂർ എക്സ്ട്രാ അവിടെ ചെയ്യാനുള്ള വഴികൾ ആലോചിക്കണം. അത് ക്രിസ്ത്യാനിക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൂടെ ഉണ്ട്, യേശു ക്രിസ്തുവിന്റെ അധ്വാനമാണ് നമ്മൾ അധ്വാനിക്കുന്നത്. ദാറ്റ് മീൻസ് ഇൻ എവറിത്തിങ് വി ആർ പ്ലീസിങ് ദ ലോർഡ് ഹു ഈസ് വാച്ചിങ് ഓവർ us. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ആ സാങ്ക്ടിഫിക്കേഷൻ ഉണ്ടാകണം. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. ഓക്കെ, അവകാശം എന്ന പ്രതിഫലം കർത്താവ് വരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിക്കുവിൻ. അതാണ് നമ്മൾ ആരെയും, ഒരു മനുഷ്യരല്ല. ഇപ്പം ഞാൻ പറയുന്നത് 1 മണിക്കൂർ എക്സ്ട്രാ അധ്വാനിച്ച് എനിക്ക് അതിനുള്ള സാലറി കിട്ടുമോ, 4 ദിവസം ലീവ് എടുത്താൽ എനിക്ക് സാലറി കിട്ടും, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഇവിടെ ജോലി ചെയ്ത് സാലറി വാങ്ങിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്നത് വിശ്വാസത്താലാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ദൃഷ്ടി സേവകളാലല്ലെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കർത്താവിന്റെ യജമാനു വേണ്ടിയാണ് എങ്കിൽ, ആ ഒരു ദാസത്വത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ പ്രതിഫലം തരുന്ന കർത്താവ് തന്നെയാണ്. നമ്മുടെ ഓരോ സർവീസിനും ഇവിടെ അല്ല, സ്വർഗത്തിലാണ് പ്രതിഫലം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ യേശുവിനെ സേവിക്കുവിൻ. ഓക്കെ, അപ്പോൾ മനുഷ്യരെ പ്രസാദിക്കും. മനുഷ്യരുടെ കീഴിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ യഥാർത്ഥ എംപ്ലോയർ കർത്താവാണെന്നും ആ കർത്താവിൽ കാണുന്നുണ്ടെന്നും, ഞാനത് വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ ഈ ലോകത്തിൻ്റെതല്ലാത്ത ഒരു അവകാശം എന്ന പ്രതിഫലം കർത്താവ് എനിക്ക് തരുന്നുണ്ടെന്നും, അതുകൊണ്ട് ഏതാണ് എൻ്റെ യഥാർത്ഥ എംപ്ലോയറെന്നും എൻ്റെ യഥാർത്ഥ ധനമെന്നും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രവൃത്തികളും നമ്മൾ ചെയ്യാൻ. സോ വി ഷാൽ നോട്ട് ബി അഫ്രൈഡ് ഓഫ് ഗോയിങ് ആൻ എക്സ്ട്രാ മൈൽ. വി ഷാൽ നോട്ട് ഹെസിറ്റേറ്റ് ടു ബ്രേക്ക് ദാറ്റ് എക്സ്ട്രാ സ്വെറ്റ്. ഓക്കെ, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിക്കും. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിനൊത്തത് പ്രാപിക്കും, മുഖപക്ഷമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എംപ്ലോയർ അന്യായം കാണിച്ചോ, അന്യായത്തിനനുസരിച്ച് അവർ പ്രാപിച്ചോളും. നിങ്ങൾ ന്യായമല്ലാത്താണോ ചെയ്യുന്നത്, അതനുസരിച്ച് നിങ്ങളും പ്രാപിച്ചോളും. അതിനകത്ത് ദൈവം ഒരു മുഖപക്ഷം കാണിക്കില്ല, നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഒരു ദാസനും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ സഭയിൽ ഒരു വിശ്വാസി ഒരിടത്ത് ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ അഭിമാനത്തോടെ പറയണം, ഞങ്ങൾക്കൊരു സഹോദരനുണ്ട് എന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റണം. അതല്ലാതെ അവർ നിരാശപ്പെടുത്തുന്നവരായിട്ട് മാറരുത്. ഒക്കെ ഇതാണ് ദാസന്മാരോടുള്ള കൽപ്പന. അപ്പൊ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നതെല്ലാം പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. നമ്മുടെ ലൈഫിൽ അത് എങ്ങനെ വരുന്നു, ക്രിസ്തു നമ്മൾ വസിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, എല്ലാം ക്രിസ്തുവിനെ മുൻനിർത്തി ചെയ്താൽ അത് എങ്ങനെയായിരിക്കും. അതാണ് നമ്മുടെ മോറാലിറ്റി എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ മോറാലിറ്റി ക്യാൻ ബി സമ്മറൈസ്ഡ് ആസ് ആൻ ഇൻഡിവിജ്വൽ, ആസ് എ പേഴ്സൺ ക്രൈസ്റ്റ്. ക്രിസ്തുവാണ് നമ്മുടെ മോറാലിറ്റി. കർത്താവ് എങ്ങനെയാണ് അധ്വാനിച്ചതെന്നുള്ളതാണ് മോറാലിറ്റി. കർത്താവ് പിതാവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ജീവിച്ചത്. ദൃഷ്ടി സേവക്കായി ഒന്നും ചെയ്തില്ല. ഈ ദൃഷ്ടി സേവ എന്ന് പറയുന്നത് എന്താ? ദൃഷ്ടിയുടെ മുമ്പിൽ സേവ അല്ലെ. നമ്മളിങ്ങനെ പണി തരുന്ന ആളെ നോക്കുമ്പോൾ പെട്ടെന്ന് അധ്വാനിക്കുന്നു, അല്ലാത്ത സമയത്ത് ചുമ്മാ ഇരിക്കുന്നു. ഇതിനാണ് ദൃഷ്ടി സേവ എന്ന് പറയുന്നത്. ഓക്കെ, യജമാനന്മാരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ യജമാനൻ ഉണ്ടെന്ന് പറഞ്ഞ് ദാസന്മാരുടെ നീതി ന്യായം ആചരിക്കും. ഇവിടെ ഒരു ബൈബിളിനെ കുറിച്ചുണ്ടായിരുന്ന ഒരു പരാതി എന്ന് പറയുന്നത്, ദാസന്മാരെന്ന് ഒരിക്കൽ മിക്കവാറും ഒത്തിരി അടിമവേല ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഈ നീഗ്രോകളുടെ അടിമത്തം ഉണ്ടല്ലോ, ഈ അമേരിക്കയിൽ പണ്ടുണ്ടായിരുന്ന സ്ലേവറി, അതായത് അമേരിക്കയിലെ സദേൺ സ്റ്റേറ്റ്സുകളിൽ പണ്ട് അവരുടെ തോട്ടങ്ങളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി, വൈറ്റ് ഫാമേഴ്സിന്റെ തോട്ടങ്ങളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ആഫ്രിക്കൻ അടിമകൾ ഉണ്ടായിരുന്നു. ഈ അടിമത്തം എന്ന് പറയുന്നത് ഭയങ്കര കിരാതമായൊരു വ്യവസ്ഥയായിരുന്നു. ഈ അടിമത്ത കാലഘട്ടത്തിലുള്ള പല പുസ്തകങ്ങളും ആ അടിമത്തത്തെ കുറിച്ച് വിശദീകരിക്കുന്ന പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. കാരണം അവരെ മനുഷ്യരായിട്ട് പോലും കരുതിയിരുന്നില്ല. ഒരു ബ്ലാക്ക് മാനെ കല്യാണം കഴിച്ചാൽ, ഒരു വൈറ്റ് സ്ത്രീ കല്യാണം കഴിച്ചാൽ, അത് മൃഗങ്ങളുമായിട്ട് വിവാഹം കഴിക്കുന്ന പോലത്തെ പാവമായിട്ടാണ് സഭകൾ കരുതിക്കൊണ്ട്. ആലോചിച്ച് നോക്കി. സോ അത്ര ഇൻഹ്യൂമൻ ആയിരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അവിടെ ഉണ്ടായത്. പക്ഷെ ഈ റോമൻ ഭരണകാലത്ത് അടിമത്തം ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു അടിമത്തമായിരുന്നു. അവർ കഠിനാധ്വാനം ചെയ്യണമായിരുന്നുവെങ്കിലും ഇങ്ങനത്തെ ഒരു സ്ലേവറി, ഇത്രയും കഠിനമായ ഒരു സ്ലേവറി ആയിരുന്നു അതെന്ന് വിചാരിക്കപ്പെടുന്നില്ല. ഏറ്റവും കഠിനമായ സ്ലേവറിയുടെ എക്സാമ്പിൾസ് ഒരു കാലത്ത് പക്ഷേ ഈ മിസ്രൈമിലൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഈ ആധുനിക കാലത്ത്, അതായത് നമ്മുടെ ചരിത്രത്തിനകത്ത് ഏറ്റവും വലിയ കഠിനമായ സ്ലേവറി ഈ 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും പ്രത്യേകിച്ച് 19ാം നൂറ്റാണ്ടിലെ ആദ്യ കാലഘട്ടങ്ങളിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ബൈബിളിനെ കുറിച്ചുള്ള ഒരു പരാതി എന്ന് പറയുന്നത്, പലരുടെയും പരാതി എന്ന് പറയുന്നത്,
ഈ അടിമ വിമോചനത്തിനായി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു. അതായത് ദാസന്മാരെ സംഘടിച്ച് യജമാനന് എതിരെ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വേദപുസ്തകം ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല, അതായത് എന്നൊരു ആരോപണം, ഒരാക്ഷേപം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ട്, അടിമകളെ നിങ്ങൾ അടിമകളായി ജീവിക്കേണ്ടവരല്ല, നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം, പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ ദൈവത്തിന് എന്ന പോലെ കഠിനാധ്വാനം ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു പ്രശ്നം ഈ സോഷ്യോളജിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ വേദപുസ്തകത്തിന്റെ ഒരു തത്വശാസ്ത്രം അതാണ്, ഒന്നും പിടിച്ചു മേടിക്കുന്നില്ല, എല്ലാം വിട്ടുകൊടുക്കുകയാണ്. യജമാനനോ എന്ന് പറയുന്നത് നീയൊന്നും യജമാനനൊന്നുമല്ല, നിനക്കും അവനും ഉള്ള ഒരു യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് മനസ്സിലാക്കി അവരോട് എങ്ങനെ പെരുമാറണം, അവരുടെ നീതി ന്യായവുമായിട്ട് പെരുമാറണമെന്ന് യജമാനന്മാരുടെ പറയുന്നത്. ഈ ബൈബിളിലെ റെവല്യൂഷൻ എന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടം ആണ്, ബോട്ടം ടു ടോപ്പ് അല്ല. അതായത് ബൈബിളിലെ റെവല്യൂഷൻ എന്ന് പറയുന്നത് പിടിച്ചു മേടിക്കുന്നതല്ല, സ്നേഹത്തിൽ നൽകപ്പെടുന്നതാണ്. അപ്പൊ നിർബന്ധം വരുന്നത് എവിടെ നിന്നാണ്? ടോപ്പിൽ നിന്നാണ്, ബോട്ടമിൽ നിന്നല്ല. ഉദാഹരണത്തിന് വിവാഹബന്ധത്തിനകത്ത് സ്ലോവറി അനുഭവിക്കുന്ന അനേകം സഹോദരിമാരുണ്ട്. കാരണം വി ഹാവ് എ പാട്രിയാർക്കൽ ഫാമിലി ഓർഡർ. അവരുടെ ഭർത്താവ് പറയുന്ന എല്ലാം കേൾക്കാൻ ഭാര്യ ബാധ്യസ്ഥയാണ്. അപ്പൊ ടോർച്ചേഴ്സ് ആണ് പലരുടെയും ലൈഫ്. അതിൽ നിന്നൊരു ബ്രേക്ക് വരുന്നില്ല. അവിടെ വീണ്ടും സ്ത്രീകൾ എന്താ പറയുന്നത്? സബ്മിറ്റ്. പക്ഷെ പുരുഷന്മാരോടാണ് പറയുന്നത് എന്ത്? ലിബറേറ്റ് ദം, ലവ് ദം. അപ്പോൾ ഇവിടെ എപ്പോഴും ഒരു ബൈബിളിന്റെ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് സ്നേഹത്തിൽ നിന്നുള്ള റെവല്യൂഷനാണ്, വിപ്ലവമാണ്. അതൊരു തികച്ചും വ്യത്യസ്തമായ ഒരു അപ്രോച്ചാണ്. ബൈബിൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഡൊമീനിയനെതിരാണ്. കാരണം കർത്താവ് പറയുന്നുണ്ട്, ജാതികള് അവരുടെ പ്രജകളുടെ മേൽ കർത്തൃത്വമാണ് നടത്തുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആകരുത്. ഒരു ഫാമിലി ആയാലും ഒരു സഭയായാലും നിങ്ങൾ ഒരു ഓഫീസിലായാലും എവിടെയായാലും കർത്തൃത്വം നടത്തുന്നത് ജാതികൾ ചെയ്യുന്ന പോലെ ആകരുത്. അത് യജമാനന്മാരുടെ അറിഞ്ഞത്. നിങ്ങൾ അവരുടെ മേൽ ബോസ് ചെയ്യരുത്. കാരണം കർത്താവ് ദാസനായിട്ടാണ് ശുശ്രൂഷിച്ചത്. അവന്റെ ജീവനാണ് എൻ്റെ ഉള്ളിലുള്ളതെങ്കിൽ ഞാനൊരു ബോസ് ആണെങ്കിൽ ഈ ദാസൻ എന്താ ചിന്തിക്കേണ്ടത്? ദാസൻ ചിന്തിക്കേണ്ടത് ഞാൻ എത്ര കഠിനാധ്വാനം ചെയ്യാൻ കുഴപ്പമില്ലെന്ന്. ബോസ് എന്താ ചിന്തിക്കേണ്ടത്? ബോസാണ് ചിന്തിക്കേണ്ടത് ഞാനും ഒരു ദാസനാണ്, ഞാൻ അവനെ ബഹുമാനത്തോടെ കാണണമെന്ന്, കൃപയുടെ കൂട്ടവകാശിയാണ് എൻ്റെ ഭാര്യയെന്ന് ഞാനാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ബൈബിളിലെ റെവല്യൂഷൻ എന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടമാണ്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പ് ടു ബോട്ടം ഉള്ള ഒരു റെവല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ അതുപോലെയുള്ള ക്രിസ്തുവിന്റെ പരിജ്ഞാനം സഭകളിൽ പഠിപ്പിക്കപ്പെടണം. ഈ പരിജ്ഞാനത്തിൽ നിന്ന് മാത്രമേ ക്രിസ്ത്യൻ ലൈഫ് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭകളിൽ, കുടുംബങ്ങളിൽ, നമ്മുടെ ജോലി സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്താണ് ക്രിസ്തുവിന്റെ പരിജ്ഞാനമെന്നും ക്രിസ്തു നമ്മെ സ്നേഹിച്ച സ്നേഹം എന്താണെന്നും അവന്റെ ദാസ്യത്വം എന്തായിരുന്നു, ആ ദാസരൂപം എന്താണ്, ചേസ് എന്ന് പറഞ്ഞൊരു വ്യക്തി അല്ലെങ്കിൽ നമ്മളിപ്പോ സ്ക്രീനിൽ കാണുന്ന ആരെങ്കിലും ആയാലും അവരിൽ കാണുന്ന രൂപം ഒരു ദാസന്റെ രൂപമാണോ എന്നുള്ളത് നമ്മൾ എന്തുമാത്രം ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് എത്തി എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ പരിജ്ഞാനമാണ് ഓരോ ബോസിനും വേണ്ടത്, ഓരോ സെർവന്റിനും വേണ്ടത്. അപ്പൊ ബൈബിൾ ഈസ് നോട്ട് എ ബുക്ക് ഓഫ് റെവല്യൂഷൻ. പക്ഷെ ബൈബിളിന്റെ റെവല്യൂഷൻ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ റെവല്യൂഷനാണ്. അത് ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്നതാണ്, ബോസ് സെർവന്റിന് നൽകുന്നതാണ്. അങ്ങനെയാണ് അവിടെ ഇക്വാലിറ്റി ഉണ്ടാകുന്നത്. ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ മെൻ. അതുണ്ടാകുന്നത് എ ടോപ്പ് ടു ബോട്ടം റെവല്യൂഷനിലൂടെയാണ്. ഓക്കെ, യജമാനന്മാരെ നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരുടെ നീതിയും ന്യായവും ആചരിപ്പിൻ. അപ്പോൾ നീതിയും ന്യായവുമായി നമ്മൾ എല്ലാവരുമായിട്ടും വ്യവഹാരം ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ബോസിംഗ് എന്ന് പറയുന്നത് ഇന്ന് ക്രിസ്ത്യൻ ലോകത്തും ഭയങ്കരമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ന് സഭയിലെ പാസ്റ്റർമാരെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വിശ്വാസികൾ ഭയപ്പെടുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ പെന്തക്കോസ്റ്റ് ചർച്ചിലെ പാസ്റ്റർ ഞാൻ പറയുന്നത് ഡിഗ്രി എത്തില്ല. കാരണം പല പാസ്റ്റേഴ്സും അവിടുത്തെ കമ്മിറ്റിയുടെ മെഴ്സിയിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെ? പല പാസ്റ്റർമാർക്ക് അനങ്ങാനും തിരിയാനുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം എവറിത്തിങ് വിൽ ബി ഡിസൈഡഡ് ബൈ എ കമ്മിറ്റി.
അപ്പോ എന്നാൽ ഈ ന്യൂ ജനറേഷൻ ചർച്ചകളിൽ അങ്ങനല്ല. അവിടെ പാസ്റ്റർ ഈസ് ലൈക്ക് എ ഡെമി ഗോഡ്. അവിടെ ഒരു കംപ്ലീറ്റ് ഡൊമിനേഷൻ ആണ്. കാരണം അവര് ഒരു പ്രത്യേക തരത്തിൽ ദൈവത്തോട് നമ്മളെക്കാൾ കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുന്ന ആളുകളെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഈ സഭയ്ക്കകത്ത് ഭയങ്കരമായ ലോർഡ്ഷിപ്പിന്റെ എക്സർസൈസ് ഉണ്ട്. ഇൻ എ ന്യൂ ജനറേഷൻ കൾട്ട്, ദ കൾട്ട് ലീഡർ ഈസ് ലൈക്ക് എ ബോസ്. അവർ വരുമ്പം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നിൽക്കുമ്പോൾ ഒരു പാസ്റ്ററുടെ കാറ്, വലിയൊരു ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിന്റെ ഗേറ്റ് കഴിഞ്ഞിങ്ങ് വരുന്നതും ഈ അടുക്കളയിൽ നിന്നവർ വരെ എഴുന്നേറ്റു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താ ഒരു ബഹുമാനം. അപ്പോ അവരെന്നെ ഒത്തിരി അകത്തേക്ക് വിളിച്ചു അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല. കാരണം ഈ ഇതിനകത്തൊരു പങ്ക് പറ്റുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് ദോഷമായിട്ട് വരും എന്ന എൻ്റെ മനസ്സിൽ വന്നു. ഈ റെവറൻസിന്റെ ഭാഗമായിട്ട്, അതായത് റെവറൻസ് സ്വീകരിക്കാൻ വേണ്ടി എന്നെ കാണുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നത് എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കണം. അതിൽ ആനന്ദിക്കാൻ പാടില്ല. ബിക്കോസ് ഐ എം എ സെർവൻറ്റ്. ഞാൻ വരുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ പെടച്ചിലുണ്ടാകണം. ബിക്കോസ് ഐ ഷുഡ് റെസ്പെക്ട് ഹിം മോർ ദാൻ ഐ ആം റെസ്പെക്ട്. പിന്നെ സഭകളിൽ ഇങ്ങനെയുള്ളൊരു ഡൊമീനിയൻ, ഈ രാജ്യങ്ങളുടെ ഭരണകർത്താക്കൾ ചെയ്യുന്ന പോലത്തെ ഒരു ഡൊമിനേഷൻ. ചില ചർച്ചകളിൽ ചെന്നാൽ നമുക്ക് കാണാം, അവിടെ പാസ്റ്റർക്ക് ഇരിക്കാനുള്ള ചെയർ സിംഹാസനം പോലെ പണിതിട്ടിരിക്കും. അവിടെ ആ പാസ്റ്റർ മാത്രമേ ഇരിക്കുള്ളൂ. നിങ്ങൾക്കറിയാം, ഇതൊക്കെ ഈ ക്രിസ്ത്യൻ ലോകത്ത് നമ്മൾ പട പേടിച്ച് പന്തളത്തിൽ നിന്നപ്പോൾ അവിടെ പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞ പോലെയാണ്. പണ്ട് കാലത്ത് ഈ തിരുമേനിമാരെ കണ്ടുമ്പം ആൾക്കാർ എഴുന്നേറ്റ് നിന്നും വെപ്രാളപ്പെട്ടും കൈമുത്താൻ വേണ്ടി ഓടി നടന്ന കാലത്ത് നിന്ന് വളർന്ന് ഇപ്പം പാസ്റ്റർമാര് അവര് വരുമ്പോഴേക്കും എഴുന്നേറ്റ് നിന്ന് കൈമുത്തുന്ന അവസ്ഥയിലേക്ക് വന്നേക്കാണ്. കൈ മുത്തുന്നില്ല, വളഞ്ഞ് അതിൽ കൂടുതൽ വളരുന്നുണ്ട്, മുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഈ അധികാര സ്ഥാനങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളെ ഏവരും സഹോദരന്മാർ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് കർത്താവ് മുമ്പിലുള്ള സ്റ്റാൻഡിങ്ങിലോ അഭിഷേകത്തിലോ യാതൊരു വ്യത്യാസവുമില്ല. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ ഞാനും തമ്മിൽ അഭിഷേകത്തിലോ കർത്താവിന് മുമ്പിലുള്ള പ്രവേശനത്തിലോ യാതൊരു വ്യത്യാസമില്ല. കാരണം നമുക്ക് ആർക്കും ഒരു മെറിറ്റും ഇല്ല. ക്രിസ്തു എന്ന മധ്യസ്ഥന് മാത്രമേ മെറിറ്റുള്ളൂ. ആ മെറിറ്റിലാണ് നമ്മൾ കടിച്ചു തൂങ്ങി അപ്പുറത്ത് ചെല്ലുന്നത്. കർത്താവെ, നീ യോഗ്യനാകിയാൽ നിന്റെ യോഗ്യതയിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞാനും എൻ്റെ സഹോദരങ്ങളെല്ലാം പിതാവെ നിന്റെ അടുത്തേക്ക് വരുന്നത്. വേറെ ഒരു സ്റ്റാറ്റസും ഇല്ല, വേറെ ഒരു പൊസിഷനും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം സെർവൻസ് ആണ്. ആ ഒരു തലത്തിലാണ് നമ്മൾ മറ്റുള്ളവരെ കാണേണ്ടതും. ഒരു കൃപാവരമുള്ളയാൾ വേറൊരു കൃപാവരമുള്ളയാളെ ഡൊമിനേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ സഭയ്ക്കകത്ത് ഇടയ ശുശ്രൂഷ വരമുള്ളയാൾ, അല്ലെങ്കിൽ പ്രസംഗിക്കാനുള്ള വരമുള്ള ആളെന്ന് വിചാരിച്ച് അയാൾ സഹായിക്കാൻ വരമുള്ള ആളെ ഡൊമിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ദീസ് ആർ ഓൾ ഡിഫറെന്റ് ഗിഫ്റ്റ്സ്. ഇതെല്ലാം കർത്താവിനുള്ള സ്നേഹത്തിൽ ആത്മാവിൽ ചെയ്തു തീർക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ കൽപ്പനകൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ലൈഫിൽ ക്രിസ്തു വാഴുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം മാറുന്നത് എന്നുള്ളതാണ്. പ്രാക്ടിക്കൽ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത് ഫെയ്ത്ത് ഡിസൈപ്പിൾഷിപ്പ് ആണ്. വിശ്വാസമാണ് നമ്മളെ ശിഷ്യന്മാരാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ നിയമങ്ങളാൽ ഉണ്ടാവുകയില്ല. നമുക്ക് ഉറപ്പല്ലേ നിയമങ്ങളാൽ ഉണ്ടാവില്ല. ഇതെല്ലാം ആന്തരികമായ കൺവേർഷനാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് കൊളോസി ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്. ട്രാൻസ്ഫോർമേഷനിലൂടെ മാത്രം അനുസരിക്കാൻ പറ്റുന്ന, ആത്മാവിന്റെ വിശദീകരണത്താൽ മാത്രം അനുസരിക്കാൻ പറ്റുന്ന മോറൽ കമാൻഡ്മെന്റ്സിലേക്കാണ് ഈ കൊളോസിയസ് ലേഖനം നമ്മളെ നയിക്കുന്നത്. ഇതൊരിക്കലും നിയമങ്ങളല്ല, ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ, ആ അകത്തെ മനസ്സിന്റെ എന്താ പറയുന്നത്, ട്രാൻസ്ഫോർമേഷനാൽ സംഭവിക്കുന്നതാണ്. സ്പിരിച്വൽ മാൻ, ഓൺലി എ സ്പിരിച്വൽ മാൻ ക്യാൻ ഫോളോ ദീസ് തിങ്സ് ഓർ ഈവൻ ഇമാജിൻ ദീസ് തിങ്സ്. ഇങ്ങനെ ആകാൻ പറ്റുമെന്ന് ചിന്തിക്കാൻ പോലും ഒരു ആത്മീക മനുഷ്യനെ സാധിക്കുകയുള്ളൂ. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ദിസ് ഇസ് എ ടോപ്പ് ടു ബോട്ടം റെവല്യൂഷൻ. നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ടെങ്കിൽ, കുടുംബത്തിലോ സഭയിലോ എവിടെയെങ്കിലും നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ടെങ്കിൽ, നിങ്ങൾ സെർവൻ്റ് ആയി കഴിഞ്ഞാൽ ആ സഭ രക്ഷപ്പെട്ടു, ആ കുടുംബം രക്ഷപ്പെട്ടു. അധികാരമുള്ള ആളുകൾ അത് വിട്ടുകൊടുക്കുന്നതാണ് അബ്ഡിക്കേഷൻ. അതാണ് ശരിക്കും ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ക്രിസ്തു അങ്ങനെ തന്നെയാണ് ചെയ്തത്. അവൻ സർവ്വ മഹത്വത്തെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന് ദാസരൂപം എടുക്കുകയായിരുന്നു. സോ ദ ടോപ്പ് ടു ബോട്ടം റെവല്യൂഷൻ ഈസ് ദാറ്റ് വി അബാൻഡൻ അവർ റൈറ്റ്സ്. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. വി വിൽ സീ അഗെയിൻ നെക്സ്റ്റ് വീക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളിൽ വസിച്ച് അങ്ങയുടെ പുത്രന്റെ ജീവൻ കർത്താവെ മറ്റുള്ളവരെ കുറിച്ച് എമ്പതറ്റിക് ആയിട്ട് ചിന്തിക്കുവാൻ, അവരുടെ ഷൂസിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കുവാൻ, കർത്താവെ വേറൊരാളുടെ വേദനയിൽ പങ്കാളിയാകുവാൻ, ദാസരൂപം എടുക്കുവാൻ, കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവനായി മാറിയതിനായിട്ട് സ്തോത്രം. അത് ഞങ്ങൾ ആസ്വദിക്കുവാൻ, കർത്താവെ ക്രിസ്തീയ ജീവിതത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ ദൈവമേ ആത്മാവിന്റെ അധികമായ ആനന്ദം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു ഓൾ.